ഫാമിലി ആയിട്ട് ഒരു ചെറിയൊരു ഔട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിലൊക്കെ പോയി നല്ല വിശന്നുകൊണ്ട് റെസ്റ്റോറൻറ്റിൽ കയറി മസാല ദോശയും ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ പോയത് പൊന്മുടിയിലോട്ടാണ്. അപ്പോൾ ഞാനും അനിയനൊക്കെ പൊന്മുടിയിൽ വന്നിട്ടുണ്ട്. അച്ഛനും അമ്മയും ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ ഡിസംബർ ടൈം കൂടെ ആണല്ലോ, അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ നേരെ പൊന്മുടിയിലോട്ട് വന്നു. അപ്പോൾ ഒരു മിക്സഡ് ക്ലൈമറ്റ് ആയിരുന്നു. വെയിലുണ്ടോ എന്ന് ചോദിച്ചാൽ വെയിലുണ്ട്, പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഹെയർ പിൻ ഓരോന്ന് കയറും തോറും നമ്മൾ ഈ ഗ്ലാസ് ഒക്കെ താഴ്ത്തിയിട്ട് നല്ല മുഖത്തൊക്കെ വന്ന് തണുപ്പടിക്കുന്ന ആ ഒരു ഫീലായിരുന്നു. പിന്നെ കോടയൊക്കെ താഴേന്ന് മേളിലോട്ട് ഇങ്ങനെ കയറി വരണുണ്ടായിരുന്നു. നല്ലൊരു ഭംഗിയായിരുന്നു. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ലല്ലോ, നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു രസമാണ്. അപ്പോൾ അച്ഛനും അമ്മയും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അച്ഛൻ വീഡിയോ ഒക്കെ പിടിക്കണുണ്ടായിരുന്നു. ഇങ്ങനെ ആയിരിക്കും പൊന്മുടി എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഞാൻ നേരെ നമ്മൾ ഹിൽ ടോപ്പിലെത്തി. അത്യാവശ്യത്തിന് തിരക്കുണ്ടായിരുന്നു. നമ്മൾ പോയത് തന്നെ ഒരു ഹോളിഡേ ദിവസമായിരുന്നു, അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇറങ്ങി പിന്നെ അങ്ങ് എൻജോയ് ചെയ്തു. നമ്മൾ പിന്നെ അച്ഛൻ്റെ കൂടെ അമ്മയുടെ കൂടെയൊക്കെ പോകുമ്പോഴത്തേനും നമ്മൾ പണ്ട് കുട്ടിക്കാലം പോലെയാണല്ലോ, നമ്മളുടെ പ്രായമൊക്കെ മറക്കും. പിന്നെ അവരുടെ അടുത്ത് കുഞ്ഞിലത്തെ പോലെ ആയിരിക്കും ഭയങ്കര എൻജോയ് ചെയ്ത് നമ്മളങ്ങ് നടക്കും. ഇതിപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അങ്ങനെയാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയാണ്. എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്ത് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അവരുടെ ഫ്രണ്ടിൽ ഞാനായിട്ട് മാറും. എനിക്ക് ഞാനായിട്ട് നിൽക്കാൻ കഴിയും. അങ്ങനെ ചുരുക്കം പേരല്ലേ ഉള്ളൂ നമ്മുടെ കൂടെയൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും, അല്ലേ? അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ യാത്രകളുമാണ് എല്ലാ മനുഷ്യർക്കും മെമ്മറീസും സന്തോഷവും കൊടുക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല നമ്മൾ വീട്ടിൽ കയറി ചുമ്മാ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി ഇരുന്നിട്ട് ഒരു കാര്യവും ഇല്ലല്ലോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കുറച്ച് യാത്ര പോവുക, ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും, പുതിയ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പല ഫൺ മൊമെന്റ്സ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും, ഒരുപാട് മെമ്മറീസ് നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതും നമ്മൾ സ്നേഹിക്കുന്നവരെ കൂടെ പോകണം, അല്ലെങ്കിൽ അവിടെ പോയിട്ട് ലാസ്റ്റ് അടിയായിട്ട് തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമുക്ക് അച്ഛനും അമ്മയും ഇങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. ഞാനും അനിയനും അങ്ങനെ കൊണ്ടുപോയി നമ്മൾ നാലുപേരായിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ ആ ടോപ്പിലൊക്കെ കയറി നല്ല വ്യൂ ആയിരുന്നു. നമുക്ക് ഫോണിൽ കൂടെ കാണിക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ. പിന്നെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എവിടെ പോയാലും അതാണല്ലോ മെയിൻ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലം വന്നതോടെ നമുക്ക് ഫോട്ടോ എടുത്തില്ലെങ്കിൽ നമുക്ക് ഓരോ ഉറക്കം വരത്തില്ല. എസ്പെഷ്യലി എനിക്കാണെങ്കിൽ ഉറക്കമേ വരത്തില്ല. നമ്മൾ പിന്നെ അവിടെ നിന്ന് കഫേയിൽ കയറി ഐസ്ക്രീമൊക്കെ മേടിച്ച് കുടിച്ചു. ഒന്നാമത് അവിടെ തണുപ്പ്, പിന്നെ ഫ്രിഡ്ജിൽ തണുപ്പും കൂടെ ആയപ്പോഴത്തേനും ഐസ്ക്രീമൊക്കെ നല്ല കട്ടയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് തിരിച്ച് എല്ലാം കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേനും മഴച്ചാറ്റൽ തുടങ്ങി. അപ്പോഴാണ് നമ്മൾ മനസ്സിലായി നമ്മൾ ഭാഗ്യം ചെയ്തവരാണല്ലോ എന്ന്. കാരണം കുറച്ച് ടൈം മുമ്പെങ്ങാനും നമുക്ക് മഴ പെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആകെ മൂഡ് ഓഫ് ആയി. പിന്നീട് അങ്ങോട്ട് മഴ നല്ല രീതിയിൽ ഉറച്ചു. പിന്നെ നമ്മൾ ഹിൽ ടോപ്പ് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അയ്യോ, ഇനി കയറുന്നവരൊക്കെ മഴ നനഞ്ഞ് സീനറിയൊക്കെ കാണേണ്ടി വരുമല്ലോ എന്ന്. പിന്നെ നേരെ നമ്മൾ വിട്ടത് കോട്ടൂർ എലിഫന്റ് റിഹാബിലിറ്റേഷൻ സെന്ററിലോട്ടാണ്. എൻ്റെ അനിയൻ കണ്ണം വന്നിട്ട് അവൻ ഭയങ്കര ആനപ്രേമിയുണ്ട് കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞു അങ്ങോട്ട് പോകുന്നത്. പിന്നെ നേരെ അങ്ങോട്ട് പോയി. പിന്നെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു അവിടെ പോകാൻ. കാരണം നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ആനയും മാത്രമേ കാണാനുള്ളൂ. വേറെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിനു മുമ്പ് ഞാനും ഹസ്ബൻഡും ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നപ്പോഴത്തേനും ഇവിടെ നമ്മൾ ബോട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാളുപരി എനിക്ക് പറയേണ്ട ഒരു ബെസ്റ്റ് മെമ്മറി എന്ന് പറയുന്നത്, ഞാൻ PG ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 2018 ഒരു ക്യാമ്പ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ബിൽഡിങ്ങിലായിരുന്നു നമ്മളന്ന് സ്റ്റേ ചെയ്തത്. ഞങ്ങളപ്പോൾ സീനിയേഴ്സ് ആയിരുന്നു, ഞങ്ങളും ഞങ്ങളുടെ ജൂനിയേഴ്സും ഉണ്ടായിരുന്നു. അന്ന് ഈ കാണുന്ന പോലെ അല്ലായിരുന്നു. ഇന്നത്തെ ആനകളെയൊക്കെ കിട്ടിയിരിക്കുന്നു, പിന്നെ ലോറിയൊക്കെ ഇട്ടിരിക്കുന്നു. അന്ന് നമുക്ക് ഇവിടെ തന്നെ കുറച്ച് പ്രോഗ്രാംസും ആക്ടിവിറ്റീസ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. അതൊക്കെ ഈ സമയം ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റുമായിട്ട് തോന്നുന്നു. പിന്നെ അവിടെ ഇങ്ങനെ കറങ്ങി അപ്പോൾ ഓരോ ആന നിൽക്കുന്നിടത്തേനെ പേരും ഏജും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ അതെല്ലാം കണ്ട് നമ്മൾ ഇറങ്ങി വരുന്ന വഴിക്കിനെ ഡാമിന്റെ മറ്റൊരു വശത്ത് റിസർവോയറിലായിട്ട് ഈ തടിയിൽ കയറ് കെട്ടിങ്ങനെ രണ്ടുപേര് ചേർന്ന് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് അറിയത്തില്ല, ഇതിന് ഇല്ലീഗലാണോ അതൊന്നും അറിയത്തില്ല. നമുക്ക് പിന്നെ അവിടെ നിന്ന് ഒരു അരമണിക്കൂർ വീട്ടിലോട്ട് ഉണ്ടായിരുന്നുള്ളൂ. വരുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് ഡാമിന്റെ ഫ്രണ്ടിൽ കൂടെ ഒന്ന് കണ്ട് ഡാമൊക്കെ ഒന്ന് എത്തി നോക്കിയിട്ട് ഒന്നും ഇറങ്ങിയില്ല. വൈകുന്നേരം ആയതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു. അതുപോലെ ചെറിയൊരു മഴക്കോളും ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് നേരെ വീട്ടിലോട്ടെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഫാമിലിയായിട്ട് എൻജോയ് ചെയ്ത ഒരു കിടിലൻ ദിവസമായിരുന്നു. ഓക്കെ ദെൻ ബൈ.